നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഒറ്റയ്ക്ക് പോലും 240 സീറ്റുകൾ കിട്ടുമായിരുന്നില്ല ബി ജെ പിക്ക്. കള്ളക്കളികൾ മുഴുവനായി പുറത്തു വരികയാണ്. എത്ര മണ്ഡലങ്ങളിലാണ് വലിയ തോതിലുള്ള അട്ടിമറി നടന്നത് എന്നതിൻ്റെ വിശദമായ വിവരങ്ങൾ ഓരോന്നായി പുറത്തുവിടുന്നു. അതിൽ 12ഓളം ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിച്ചത് ഏറ്റവും വൃത്തികെട്ട കളി കളിച്ച് തന്നെയാണെന്ന് ബോധ്യപ്പെടുന്ന തെളിവുകൾ സുപ്രീം കോടതിക്ക് മുമ്പാകെ നിരത്തുമ്പോൾ സഖ്യകക്ഷികളിൽ പ്രധാനിയായിട്ടുള്ള TDPയുടെ നേതാവ് നായിഡു പറയുന്നു, ഞങ്ങൾ ഈ പാർട്ടിയുമായി സഹകരിക്കാൻ താല്പര്യമില്ല, ഞങ്ങൾ ഏകപക്ഷീയമായി പിന്തുണ പിൻവലിക്കുന്നു, ഇനിമേൽ ബി ജെ പിയുമായി ഒരു സഖ്യത്തിന് താല്പര്യമില്ല എന്ന് നായിഡു ഉറക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യ സഖ്യത്തിനോട് കൂറ് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യമാണ് ശരി, ഇന്ത്യ സഖ്യവുമായി ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായി പല എതിരഭിപ്രായവുമുണ്ട്, ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നിയമസഭയിലും ലോക്സഭയിലും നേരിട്ടത് NDAയുടെ കൂടെ നിന്ന് തന്നെയെങ്കിലും ഞങ്ങളെപ്പോലും ചതിച്ചുകൊണ്ട് ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നവരുമായി ഒരു സഖ്യത്തിൻ്റെ ആവശ്യം പോലുമില്ല, ഞങ്ങളുടെ കേന്ദ്രമന്ത്രിയായ റാം മോഹൻ നായിഡുവിനെ പിൻവലിച്ചുകൊണ്ടായിരിക്കും ഇതിൻ്റെ നടപടിക്രമം എന്ന് പറഞ്ഞ് നായിഡു പ്രഖ്യാപനവുമായി വരുന്നു. ജനസേനയും ബി ജെ പിയുമായുള്ള സഖ്യം എന്നേക്കുമായി അവസാനിപ്പിച്ച ആന്ധ്രയിൽ TDP ഒറ്റയ്ക്ക് ഭരിക്കേണ്ട കാര്യമേ ഉള്ളൂ. കാരണം 4/3 ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടിയാണ് TDP. ആന്ധ്രയെ അടക്കി വാഴാനുള്ള സീറ്റുകളാണ് ജനങ്ങൾ അനുഗ്രഹിച്ച് നൽകിയത്. തങ്ങൾക്കൊരാളുടെയും ഒത്താശ വേണ്ട. BJPയുടെ സർവ്വ കളികളും പൊളിച്ചടുക്കിക്കൊണ്ട് നായിഡുവിൻ്റെ കൃത്യമായ സർജിക്കൽ സ്ട്രൈക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സഖ്യകക്ഷികളിൽ TDPക്ക് മാത്രമേ അങ്ങനെ പറയാനുള്ള ചങ്കുറപ്പുള്ളൂ. കാരണം മറ്റൊരു സഖ്യകക്ഷിക്കും BJPയുടെ സഹായമില്ലാതെ അതത് സംസ്ഥാനങ്ങളിൽ വേരുറപ്പിച്ച് നിൽക്കാൻ കഴിയില്ല. അതിൽ പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാന്റെ LJP ആയിരുന്നാലും നിതീഷിന്റെ ഐക്യ ജനതാദൾ ആയിരുന്നാലും നിലവിൽ ഏകനാഥ് ഷിൻഡെയുടെ ശിവസേന പാർട്ടി ആയിരുന്നാലും ഒക്കെ ഗതികേടിലാണ്. ശിവസേനയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ റാവത്ത് പറഞ്ഞതാണ്, സഞ്ജയ് റാവത്ത് പറഞ്ഞു, നിങ്ങൾ സ്വന്തം ആത്മാഭിമാനം നഷ്ടപ്പെടുത്താതെ വീണ്ടും താക്കറെ കുടുംബവുമായി ചേർന്ന് ആ വിശാല സഖ്യത്തിലേക്ക് ചേരൂ, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകൂ, നിങ്ങൾക്ക് പ്രതിപക്ഷ നേതാവായി ഈ 4.5 കൊല്ലം ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തി ജനങ്ങളുടെ വലിയ സ്വീകാര്യത നേടിയെടുക്കാം, മഹാരാഷ്ട്രയിൽ നിങ്ങൾക്ക് രാജാവായി തന്നെ തുടരാം, പക്ഷേ നിങ്ങൾ ഏറ്റവും വലിയ പടുകുഴിയിലേക്ക് പോവുകയാണ്, ഫട്നാവിസിന്റെ ചെരുപ്പ് നക്കാനാണ് നിങ്ങൾക്ക് വിധിയെന്ന് വീണ്ടും വീണ്ടും സഞ്ജയ് റാവത്ത് ഷിൻഡെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞിരിക്കുന്നു. അതൊന്നും കേട്ടിട്ട് ഷിൻഡെ അനങ്ങുന്നില്ല. അജിത് പവാർ എന്ന രാഷ്ട്രീയ നെറികേടുകളുടെ മൊത്ത വ്യാപാരിയായ വ്യക്തിയെ താങ്ങി പിടിച്ചുകൊണ്ട് നടത്തുന്ന BJPയുടെ ഈ നാറിയ കളിയുടെ ഭാഗമായി നിൽക്കാൻ നിങ്ങൾക്ക് നാണവും മാനവും ഇല്ലേ മനുഷ്യ എന്ന് ഉറക്കെ ചോദിക്കുകയാണ് സഞ്ജയ് റാവത്ത്. ഇപ്പോൾ വ്യക്തമാകുന്നു കാര്യങ്ങൾ. ഷിൻഡെയ്ക്കും ഇത് തിരുത്തലിൻ്റെ സമയം തന്നെയാണ്. നായിഡു പറയുന്നു, സഖ്യകക്ഷി സ്ഥാനം ഇനി ഉപേക്ഷിക്കണം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നെങ്കിൽ വരട്ടെ, ഞങ്ങളത് ഫേസ് ചെയ്യാൻ തയ്യാറാണ്. അഴിമതിയിലൂടെ, അക്രമത്തിലൂടെ, വോട്ട് കൊള്ളയിലൂടെ അധികാരത്തിൽ വന്നവരെ ഞങ്ങൾക്ക് വിശ്വാസമില്ല.